ബംഗളൂരുവിൽ മതിൽ ഇടിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ മരിച്ച എറണാകുളം സ്വദേശികളായ സ്മിതയുടെയും ലതയുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ സംസ്കാരം നടക്കും. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അർച്ചന, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ജനാവലിയാണ് ഈ ലതയ്ക്കും സ്മിതയ്ക്കും അന്തിമോപചാരം അർപ്പിക്കാൻ രാമമംഗലത്ത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടം, ഒരു ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽ 2 കുടുംബങ്ങളെയാണ് അനാഥമാക്കിയിരിക്കുന്നത്. വലിയ വിഷമത്തിലാണ് ആ നാടൊന്നടങ്കം. എന്താണ് ഈ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച്, പൊതുദർശനത്തെക്കുറിച്ച് പറയാനുള്ളത്? സിജു, തീർച്ചയായും കണ്ണീരോടെയാണ് ഒരു നാട് ലതയ്ക്കും ഒപ്പം സ്മിതയ്ക്കും യാത്രാമൊഴിയേകുന്നത്. വളരെ സന്തോഷത്തോടെ തിരിച്ച യാത്രയാണ്. അവസാനം ഒരു നൊമ്പര കാഴ്ചയായി മാറുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു നാടിൻ്റെ ആകെ പ്രിയപ്പെട്ടവരാണ് 2 പേരും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനസമൂഹം തന്നെ ഇരുവരെയും അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, ഒപ്പം കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ കളക്ടർ തുടങ്ങി ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ 2 പേരെയും കാണാനായി കാത്തിരിക്കുകയായിരുന്നു. പുലർച്ചയോടുകൂടിയാണ് സ്മിതയുടെയും ലതയുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആംബുലൻസിൽ യാത്ര തിരിച്ചത്. 2 മണിയോടുകൂടി ഇവിടെ എത്തിച്ചു. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. ഇതിനുശേഷം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇരുവരും ഏറെ സന്തോഷത്തോടെയാണ് ജില്ലാ മിഷൻ്റെ ഈ വിനോദയാത്രയ്ക്ക് പോയത്. ആദ്യമായി വിമാനത്തിൽ കയറുന്നതിൻ്റെയും ഒപ്പം ബാംഗ്ലൂർ കാണുന്നതിൻ്റെയും എല്ലാം തന്നെ ആകാംക്ഷ അവരിലുണ്ടായിരുന്നു. എന്നാൽ അവസാനം ഇത് ഒരു യാത്രയായി മാറുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോട് 5:30 ബാംഗ്ലൂരിൽ കനത്ത മഴയുണ്ടാകുകയും തുടർന്ന് ഈ ശിവാജി നഗറിലെ ആശുപത്രി ചുറ്റുമതിൽ ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. ഈ കൂട്ടത്തിൽ, അതായത് ജില്ലാ മിഷൻ്റെ കുടുംബശ്രീ അംഗങ്ങൾ 5 പേരുണ്ടായിരുന്നു. 3 പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്മിതയെയും ലതയെയും സംബന്ധിച്ച് 25 വർഷമായി ഈ കുടുംബശ്രീ യൂണിറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഒപ്പം ഒരു കുടുംബത്തിൻ്റെ തന്നെ നെടുമാണ് സ്മിത. വലിയ ദാരിദ്ര്യാവസ്ഥയിലെ അതിജീവിച്ച് അപ്പോൾ 3 മക്കൾക്കും ജോലിയൊക്കെ ആയി സ്വസ്ഥ ജീവിതം നയിക്കുന്നതിനിടെ ആണ് ഇത്തരമൊരു അപകടം അവരെ തേടിയെത്തുന്നത്. ഒരുപാട് പൊരുതി മുന്നോട്ട് വന്ന സ്ത്രീയാണ്. അവർ ഇരുവരെയുമാണ് വലിയ രീതിയിൽ ഈ കുടുംബത്തെയും ഒക്കെ ഉലയ്ക്കുന്ന രീതിയിൽ ഈ വിയോഗ വാർത്ത എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാക്കിയാണ് ഈ യാത്ര. ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു ഈ ലതയും സ്മിതയും ഒക്കെ, അല്ലേ? തീർച്ചയായും ചെയ്തു. സാധാരണക്കാരായ 2 മനുഷ്യരാണ്. അവർ കുടുംബശ്രീയിൽ 25 വർഷമായി ജോലി ചെയ്യുകയാണ്. ഒപ്പം ഇവിടുത്തെ നാട്ടുകാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. ഈ അമൃതംപൊടി യൂണിറ്റിലാണ് ഇരുവരും വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു നാടൊന്നാകെ ഉള്ളൊരു ആത്മബന്ധം ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ ജനക്കൂട്ടം ഇരുവരെയും കാണാനായി രാവിലെ മുതൽ ഇവിടെ തടിച്ചു കൂടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ജനക്കൂട്ടം അതിന് സാക്ഷിയാണ്. ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഏതോ നാട്ടിൽ ഒന്നടങ്കം, രാമമംഗലം എന്ന നാട്ടിലെ ഒന്നടങ്കം ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. രാവിലെ 11 മണി. അതോടൊപ്പം തന്നെ അർച്ചന, ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് ആളുകളുണ്ട്. അവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ്, ചികിത്സയെക്കുറിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? സിജു, നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രീതി, സിജി, മായ എന്നീ രാമമംഗലം സ്വദേശികൾ ആണ് ഈ പരിക്കേറ്റവരുള്ളത്. ഈ 3 പേരും ഇവരുടെ അടുത്ത വീടുകളിൽ, അതായത് സമീപത്ത് തന്നെയാണ് ഇവരുടെയും വീടുകൾ. ഇവർ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടനില തരണം ചെയ്തു എന്നൊരു ആശ്വാസ വാർത്ത ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നുമുണ്ട്. മറ്റ് ഒരുപാട് പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിൽ. അവരെല്ലാം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അത് മറ്റ് കർണാടകയിലെ സ്വദേശികൾ തന്നെയാണ്. ഈ കുടുംബശ്രീ സംഘത്തിൽ യാത്ര തിരിച്ചത് ഏകദേശം 56ഓളം ആളുകളാണ്. അത് ഈ പലയിടങ്ങളിൽ നിന്നായിട്ടാണ്. ഈ രാമമംഗലത്ത് നിന്ന് 5 പേരാണ് യാത്ര പുറപ്പെട്ടത്. അതിൽ ഉൾപ്പെടുന്നതാണ് സ്മിതയും ലതയും. ഇവർ 5 പേർ ഒന്നായിട്ടാണ് ഇത്തരത്തിൽ ശിവാജി നഗറിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയത്. അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ഈ യാത്ര ഒരു ദുരന്തമായി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വിയോഗ വാർത്ത അവരെത്തുമ്പോൾ കണ്ണീരോടുകൂടി തന്നെയാണ് ഈ നാടൊന്നാകെ അവരെ യാത്ര അയക്കുന്നത്. കാരണം സന്തോഷത്തോടെ തിരിച്ച യാത്ര ഏറെ സന്തോഷത്തോടെ തിരിച്ചു വരേണ്ടതായിരുന്നു. എന്നാൽ കണ്ണീർ. ശരി അർച്ചനയാണ് എറണാകുളം രാമമംഗലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ച്. ബംഗളൂരുവിൽ ആശുപത്രി മതിൽ തകർന്ന് മരിച്ച രാമമംഗലം സ്വദേശികളായ ലതയുടെയും സ്മിതയുടെയും മൃതദേഹം ഇപ്പോൾ രാമമംഗലത്ത് പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ്. 25 വർഷത്തോളം കുടുംബശ്രീയുടെ ഭാഗമായി പ്രവർത്തിച്ച് നാട്ടുകാരുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന 2 പേരാണ് വിട പറഞ്ഞത്. അവർ അർഹിക്കുന്ന ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ നാട് നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് അർച്ചന നൽകിയത്.